ശ്രീ ജേക്കബ് ജോർജ് താങ്കളിലേക്ക് തന്നെ വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടപടിയെടുത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുലിനെ എന്ന് പറയുമ്പോഴും ഈ നിമിഷത്തിലും രാഹുൽ പോലീസിൻ്റെ മുമ്പിൽ എത്തുകയോ അദ്ദേഹത്തെ പിടികൂടുകയോ അതല്ലെങ്കിൽ കീഴടങ്ങുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ എന്താണ്, എവിടെ നിന്നാണ് രാഹുലിന് സഹായം കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെയാണ് രാഹുൽ എന്നുള്ളതിനെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ദിവസമാണ്. ബാംഗ്ലൂരിൽ പലയിടത്തുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എവിടെ നിന്നെങ്കിലും പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാകും എന്നുള്ളത് നമുക്കറിയാം. ഉത്തരവാദിത്തം ഈ സംരക്ഷിക്കുന്നവർക്കുമില്ലേ? തീർച്ചയായിട്ടും ഒരു വലിയ ഘട്ടം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ നിന്ന്, ഒരു പരിധിവരെ KSUവിൽ നിന്ന്, വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് വലിയ പിന്തുണയുണ്ടായിരുന്നു. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പിന്തുണയും മറ്റുള്ളവരുടെ കൂടെ നടക്കുന്നവരാണ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളൊക്കെ. അവരുടെ മൂവ്മെൻറ്റൊക്കെ ഒന്നിച്ചാണ്, നേതാക്കന്മാരൊക്കെ ഒന്നിച്ചാണ് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, കമ്മിറ്റികൾ കൂടുന്നത്. അപ്പോഴവിടെയൊക്കെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില പെൺകുട്ടികൾ അതിൻ്റെ നേതാവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാളെ വെക്കുന്നത് അപകടമാണ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കുന്നത് അപകടമാണ്. അപ്പം ഹാസ്യം കലർന്ന ഒരു ചിരിയായിരുന്നു മറുപടി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇതൊക്കെ നോക്കണം, യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഈ പറയുന്നതേ. എത്രയോ വനിതാ നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഇയാളുടെ ഏടാകൂടങ്ങൾക്ക്, ഇയാളുടെ എല്ലാ ചെയ്തികൾക്കും, ദുഷ്ചെയ്തികൾക്കും കൂടെയുള്ള സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പിന്തുണ കുറച്ചൊക്കെ ഈ ഒളിവിൽ പോകാനും ഉണ്ടായിരിക്കണം. കാരണം ഒളിവിൽ കഴിയുന്നത് കർണാടകയിലാണെന്നാണ് അഭ്യൂഹം. കർണാടക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭരണം നിലവിലുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഇഷ്ടംപോലെ പലതരം തോട്ടങ്ങളുണ്ട്, തേയിലത്തോട്ടങ്ങൾ, അതേപോലെ കാപ്പിത്തോട്ടങ്ങളൊക്കെയുണ്ട്. അവിടെയൊക്കെ റിസോർട്ടുകളുണ്ട്. അവിടെയൊക്കെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, രഹസ്യമായിട്ടൊക്കെ താമസിക്കാം. അവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് താമസം. അദ്ദേഹത്തിന് ഒളിയിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ആ ഭാഗത്തെ കോൺഗ്രസ് നേതാക്കളും അവരുടെ പ്രവർത്തകരും ചെറുപ്പക്കാരും ഒക്കെ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തെ കട്ട് ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന ആൾ ഇനിയിപ്പോൾ കോൺഗ്രസിൽ തുടർന്നാൽ വലിയ അപകടമാകും എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് നേതാക്കൾ, ഒട്ടുമിക്ക നേതാക്കളും. ഇനിയും അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറേ ദിവസങ്ങൾ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നും നിൽക്കാൻ സാധ്യത തീരെയില്ല. അറസ്റ്റോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ തീരും. ശ്രീ ജേക്കബ് ജോർജ്, അത് താങ്കൾ പറയുന്നത് ഈ കോൺഗ്രസിൽ ഈ കാര്യത്തെക്കുറിച്ച് തുറന്ന നിലപാടുകൾ എടുക്കണമെന്ന് ചുരുക്കം ചില, അതേസമയം വളരെ സീനിയറായ നേതാക്കൾ തന്നെ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടാൻ അകത്തെങ്കിലും അവർ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം, നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഓർത്തുകൊണ്ടാണ് താങ്കൾ ഇത് പറയുന്നതെന്നുള്ളത് വ്യക്തവുമാണ്. പക്ഷേ അതിനേക്കാൾ ശക്തമായ പ്രസ്ഥാനത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കി സമൂഹ മാധ്യമങ്ങളുടെ നിയന്ത്രണം വരെ തങ്ങളുടെ കയ്യിലേക്കാക്കി ഈ സീനിയർ നേതാക്കളെ വരെ അധിക്ഷേപിച്ച് അവരെ ദുഃഖിതരാക്കി കോൺഗ്രസിനകത്ത് തുടരുന്നതിനെക്കുറിച്ച് ലജ്ജ തോന്നുന്ന രീതിയിൽ അവർക്ക് സുഹൃത്തുക്കളോട് വരെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി വച്ചവർ ഇപ്പോഴും ആ നിയന്ത്രണത്തിൽ നിന്ന് പൂർണ്ണമായും കാര്യങ്ങളെ വിടുവിച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പുറകിലോട്ട് വലിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ ഇപ്പോൾ. അല്ല, അത് ശരിയാണ്, ലാലു പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. കാരണം ഈ എല്ലാ പാർട്ടികൾക്കും ഇതൊക്കെ ഉണ്ടെന്നാണ് വയ്പ്പ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വലിയ ആർമി, വലിയ സൈന്യം തന്നെയുണ്ട്. അവരെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കും. ആൾക്കാരെ അപമാനിക്കുക, സ്ത്രീകളെ അപമാനിക്കുക, കള്ളക്കഥകൾ മെനയുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക, അതിങ്ങനെ പലവട്ടം പ്രചരിപ്പിക്കുക, നുണകൾ പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പണി. ആ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഇത്തരം
ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം കൂട്ടങ്ങൾ അവർ വി ഡി സതീശനെതിരെ തിരിഞ്ഞു, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തിരിഞ്ഞു. കാരണം ഞങ്ങളുടെ നേതാവിനെ, ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ട് കളിച്ചാൽ നിൻ്റെയൊക്കെ ശരിയാക്കി കളയും. അത് അവരെ നശിപ്പിക്കുക, കോൺഗ്രസിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം, പ്രഖ്യാപിക്കുന്ന ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരൊക്കെ ഇത് കൊച്ചു പിള്ളേരെ, ചെറുപ്പക്കാരെ, ഇവർക്കാർക്കും മുഖമില്ല. അതാണില്ലേ അല്ലേ പ്രത്യേകത. ഇവർക്കാർക്കും മുഖമില്ല. ഏതോ ഒരുക്കെ പേര് കാണും. ആ പേരിലേക്ക് അന്വേഷിച്ച് പോയാൽ ആ പേരുകാരനൊന്നും ആയിരിക്കില്ല അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വ്യക്തി. അങ്ങനെ കള്ളത്തരത്തിലൂടെ, കാപട്യത്തിലൂടെ, കപട കഥകളിലൂടെ, കള്ളക്കഥകളിലൂടെ ഇവരൊക്കെ കൂടി ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെയുള്ള നേതാക്കന്മാർക്കുമൊക്കെ ഭീഷണിയായത്. അതിന് വരെ ഇവർ തുനിഞ്ഞു. എന്തിനും പോരുന്ന ഒരു കൂട്ടം തെമ്മാടിക്കൂട്ടങ്ങളാണിവർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു പക്ഷേ വി ഡി സതീശൻ്റെ നിലപാട് കടുപ്പിക്കാൻ ഇടയാക്കിയത്. ഇങ്ങനെയുള്ളവരെ ഇനി വിട്ടുകൂടാ എന്നുള്ളത്, അങ്ങനെ അങ്ങ് വിട്ടുകൂടാ എന്നുള്ള തീരുമാനത്തിലേക്ക്, ആ നിലപാടിലേക്ക്, കടുത്ത നിലപാടിലേക്ക് തിരിയാൻ വി ഡി സതീശനെയും മറ്റും പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ ഇതുപോലെ അവർ നേരിട്ട അക്രമങ്ങളായിരുന്നിരിക്കണം ഒരു പരിധിവരെ. തീർച്ചയായിട്ടും അയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുഴപ്പങ്ങൾ, അതിൻ്റെ പട്ടികകൾ വേറെ, അതിൻ്റെ പരാതിക്കെട്ടുകൾ വേറെ. തീർച്ചയായിട്ടും ഒരു ചോദ്യം കൂടി ഈ ആദ്യഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ താങ്കളോട്. ഇപ്പോൾ പൊതുവേ ഒരു പറച്ചിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കിടയിലൊക്കെ അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ ഇടയിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർചേരിയിൽ നിന്ന്, ഗവൺമെൻറ്റിൻ്റെ എതിർചേരിയിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് പറയുന്നത് ഒക്കെ എന്താ വെച്ചാൽ ഇത് പിടിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് എത്തുന്ന ആ ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പ് പോലീസിന് അറിയാമെങ്കിൽ അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണല്ലോ ഇത് ഗുണം ചെയ്യുക സർക്കാരിന്, അതുകൊണ്ട് അപ്പോഴത്തേക്ക് പിടിക്കാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. അത് ആ ഭാഗത്ത് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് മറ്റേ ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ പിടിച്ച് കഴിഞ്ഞാലേ ഗുണമുള്ളൂ, അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം പിടിക്കാൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം പിടിക്കാൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, അതുവരെ ഒളിപ്പിച്ച് നിർത്തേണ്ടതുണ്ട് എന്ന് മറ്റൊരു ഗുണമുള്ള കൂട്ടരും കൂടി ഉണ്ടല്ലോ അപ്പുറത്ത്. അവരും ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരും ഇതിനകത്ത് റോൾ വഹിക്കുന്നുണ്ട് എന്നതുകൂടി ചർച്ച ചെയ്യാതെ ഈ ഒരു ഭാഗം മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നതേ ലാലേ, ഇനി രാഹുലിനെ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇനി രാഹുലിനെക്കുറിച്ച് എന്താണ് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ ചവറായി, അയാൾ ഇല്ലാക്കഥയായി. ഒരു കാലത്ത് ഇങ്ങനെ ബലൂൺ വീർപ്പിക്കുന്ന പോലെ സ്വയം ഊതി വീർപ്പിച്ച ആ ബലൂണിൻ്റെ കാറ്റ് മുഴുക്കുകയും പോയി. അയാൾ ഇന്ന് വെറും ചണ്ടിയാണ്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസ്സിന് വേണ്ടാത്തവൻ, കേരള രാഷ്ട്രീയത്തിന് വേണ്ടാത്തവൻ, അയാളൊന്നുമില്ലാത്തവനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അയാളെ പോലീസിന് പിടിച്ചുകൊണ്ട് എന്താ കാര്യം? എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പ്, ഇപ്പോഴും നമ്മുടെ പത്രക്കാരും ക്യാമറക്കാരും ഒക്കെ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അയാളെ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തെ കൂടി വാർത്തയുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വാർത്തകളെല്ലാം പുറകിലേക്ക് പോകും. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാവുന്ന ആളാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇതിനകത്ത് ഒരു കൾപ്രിറ്റ്, അദ്ദേഹം മാത്രമാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാൾ. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ പട മുഴുവൻ നയിച്ച് തനിക്കെതിരെയുള്ള യുദ്ധത്തിൽ പോലും കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് ഇതുവരെ എത്തിയത് എന്നൊക്കെ നമ്മളാരും അങ്ങനെ പച്ചവെള്ളം തൊടാതെ വിഴുങ്ങി അങ്ങനെ പോകുന്നവരല്ലല്ലോ, നമുക്കറിയാമല്ലോ. അല്ലേ, അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞാൻ കണ്ടിടത്തോളം, കുറച്ച് കാലമായി ചെറുപ്പക്കാരനല്ലേ, നമ്മളൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ കൂടെയൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. എന്നെ ഒത്തിരി ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട് നല്ലപോലെ. ലാലിൻ്റെ കൂടെ ഇരിക്കുമ്പോഴല്ല മാതൃഭൂമിയിൽ വെച്ച് എന്നെ ഇവന് ഒരു ആവശ്യവുമില്ലാതെ ചീത്ത വിളിച്ചു. അയ്യോ, അതിൻ്റെ ക്ലിപ്പിക്കൊന്നും കാണിക്കണ്ട ഇപ്പോഴേ. അപ്പോൾ പലർക്കും ഇതേ അനുഭവം പറയാനുണ്ട്. പലരും, സതീശൻ മാത്രം അത് പറയുന്നില്ല. താങ്കളിത് പറയുന്നത് സതീശൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആനന്ദിക്കുന്നുണ്ടാകും. ഞാൻ എല്ലാ പാർട്ടികളുടെയും പ്രത്യേകിച്ച് യുവജന സംഘടനകളിലെ ചെറുപ്പക്കാരായ നേതാക്കന്മാരോടൊക്കെ വലിയ സൗഹൃദത്തിലാണ്. അവരെ പ്രോത്സാഹിപ്പിക്കും. അവരോട് ചർച്ചകളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറയും. നമ്മുടെ BJPയിലെ നേതാക്കളൊക്കെ എന്നോട് എന്ത് സൗഹൃദം എന്നറിയോ. ഞാൻ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ, ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ തൊട്ടടുത്ത കസരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ രീതി എങ്ങനെയാണ് മാറ്റേണ്ടത്, ടോൺ എങ്ങനെയാണ് മാറ്റേണ്ടത്, ശബ്ദത്തിൻ്റെ ടോൺ എങ്ങനെ മാറ്റണം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കില്ല അല്ലേ. അതൊക്കെ അവർക്ക് അതുകൊണ്ടൊക്കെ എന്നോട് വലിയ താല്പര്യമാണ്, വലിയ സ്നേഹമാണ് പലപ്പോഴും.
പക്ഷേ ഇയാൾ എന്നോട് ആദ്യം മുതലേ അങ്ങ് ഭയങ്കര ഉടക്കാ. അത് പറയുന്ന കാര്യങ്ങളൊക്കെ വെറും മണ്ടത്തരം. പോട്ടെ, അത് പോട്ടെ, അതിനെക്കുറിച്ച് എന്ത് പറയാനാ. ഞാൻ ഒന്നാം തരമായിട്ട് മാന്യമായിട്ട് പത്രങ്ങളിൽ ജോലി ചെയ്തിട്ട് കയറി വന്നയാളാണ്. ഇപ്പോഴങ്ങനത്തെ താല്പര്യങ്ങളും അങ്ങനത്തെ പത്രപ്രവർത്തന ബന്ധങ്ങളും ഒട്ടും ഇല്ലതാനും. അപ്പം ഞാൻ പറഞ്ഞ് വന്നത് ഇയാളുടെ ദ്വിമുഖമായ നടപടികളായിരുന്നു. പാർട്ടിക്കകത്ത് ലാലെ അത് കേൾക്കേണ്ടതാണ്. എത്ര പേരെ തിരുവനന്തപുരം ജില്ലയിലെ എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയാമോ? കോൺഗ്രസ്സുകാർ, എന്നെ വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഇവരെയൊക്കെ ചവിട്ടി ഞെരിച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. അറിയാമോ? കേരളത്തിൽ ഒട്ടനവധി പേരെ, ഞാൻ വരുന്ന ജില്ല പത്തനംതിട്ട ജില്ല, അവിടുത്തെ എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയാമോ ലാൽ? അവിടുത്തെ അനേകം ചെറുപ്പക്കാരെ പത്തനംതിട്ട ജില്ലയിൽ പോലും കൂടെ പറ്റി ഒട്ടിച്ചേർന്ന് നിന്ന് സ്നേഹം കാണിച്ചൊക്കെ ഇടപെടും. ഒരു സുപ്രഭാതത്തിൽ അയാളുടെ സ്ഥാനം പോവും. ആ സ്ഥാനം ഇയാൾ അപഹരിക്കും. എത്ര ഉദാഹരണങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ കൂടെ നടന്ന് ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഉമ്മൻചാണ്ടി മാർക്ക് ചെയ്തിരുന്നതാണ്. ആ ലിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇയാൾ കയറിയിരുന്നു. ഉമ്മൻചാണ്ടി മനസ്സിൽ കണ്ടിരുന്ന, എഴുതി വെച്ചിരുന്ന, ആ ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന ആളെ ഇയാൾ ചവിട്ടിയിട്ടാണ് ആ സ്ഥാനത്തേക്ക് കയറിയിരുന്നത്. പിന്നീട് നമുക്കറിയാമല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കൃത്രിമങ്ങളാണെന്നുള്ളതും കേരളം മുഴുവൻ കണ്ടതാണ്, അറിഞ്ഞതാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം. അതിങ്ങനെ അതും ഒരു ഒറ്റയാൻ കളിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കണ്ണിൽ ചോരയില്ലാതെ പ്രവർത്തിക്കുന്നവനാണ്. കണ്ണിൽ ചോരയില്ലാതെ പെൺകുട്ടികളുടെ അടുത്ത് നിഷ്ഠൂരം ആക്രമണം കാണിക്കുന്ന ആളാണ് അയാൾ. മനുഷ്യനാണോ എന്ന് പോലും പറയാൻ വയ്യ. സ്നേഹം നടിച്ച് കല്യാണം കഴിച്ചോളാം, നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവണം, ഗർഭം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികൾ രക്ഷപ്പെടാൻ വയ്യാത്തവണ്ണം ഈയുടെ വായിക്കകത്ത് അകപ്പെട്ടു പോകും. കണ്ണിൽ ചോരയില്ലാതെ ചോര വീഴ്ത്തിയവനാണ് ഇയാൾ. അതാണ്, അതും ഇയാളുടെ മറ്റൊരു മുഖം. ഒരേ സമയത്ത് പാർട്ടിക്കകത്ത് സ്ഥാനങ്ങൾ കയറിപ്പിടിക്കാൻ, വെട്ടിപ്പിടിക്കാൻ, അതിനുവേണ്ടി ആരെയും ചവിട്ടി നശിപ്പിക്കാൻ കഴിവും തൻ്റെ ഇടവും കാഴ്ചപ്പാടുമുള്ള മനുഷ്യൻ. മറുവശത്ത് ഏത് പെൺകുട്ടി, അതിന് പ്രായമൊന്നുമില്ല. നമുക്ക് സത്യമായിട്ടും ലാലേ, നമുക്കിതൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കണം. എത്രയോ പെൺകുട്ടികളല്ല, സ്ത്രീകൾ, വീട്ടമ്മമാർ, ഉദ്യോഗസ്ഥർ. താങ്കൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ തന്നെ അത് സൂചിപ്പിച്ചു. ഇതൊന്നും ചിലർക്കാർ, ഇതൊക്കെ പോലീസ് അന്വേഷിക്കണം. കുറഞ്ഞപക്ഷം നമ്മുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയെങ്കിലും ഒരാളെ അഴിച്ചുവിട്ടാൽ, ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ ഇത്രമാത്രം ഭീകരം കേരള സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥർ ഇത് പഠിക്കണം. ശരി, അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും.